വംശനാശം സംഭവിച്ച ജീവികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന ജീവികളിലൊന്നാണ് ഡോഡോ പക്ഷികൾ. പറക്കാൻ കഴിയാത്ത ഭീമൻ പക്ഷികളായിരുന്നു ഡോഡോകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിലാണ് ഇവ ജീവിച്ചിരുന്നത്. വെറും നിരുപദ്രവകാരികളായിരുന്ന ഡോഡോ പക്ഷികൾക്ക് എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപിലാണ് ഡോഡോ പക്ഷികൾ അധിവസിച്ചിരുന്നത്. ഇവ പരിണമിച്ചത് മുതൽ തന്നെ മൗറീഷ്യസ് ദ്വീപിൽ തന്നെയാണ് അധിവസിച്ചിരുന്നത്. ഇവ നിലത്ത് കൂടുണ്ടാക്കുകയും ദ്വീപിലുണ്ടായിരുന്ന പഴങ്ങൾ ഭക്ഷിച്ചുമാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പറക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. കാലക്രമേണ പരിണാമത്തിലൂടെ ഇവയുടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ദ്വീപിൽ സസ്തനികളൊന്നുമില്ലാതിരുന്നതിനാൽ ഡോഡോ പക്ഷികൾക്ക് ശത്രുക്കളില്ലായിരുന്നു. ഇവയ്ക്ക് ഏകദേശം 1 മീറ്ററോളം ഉയരവും 10 മുതൽ 20 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ദ്വീപായിരുന്ന മൗറീഷ്യസിൽ മാത്രമാണ് ഡോഡോ പക്ഷികളെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരിടത്തും ഡോഡോ പക്ഷികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ ദ്വീപ് തന്നെയാണ് ഡോഡോകൾ ഉണ്ടാകാനുള്ള കാരണവും. ഓരോ ജീവിവർഗവും അവയുടെ ചുറ്റുപാടുകൾക്കനുസരിച്ചാണ് പരിണമിക്കാറുള്ളത്. ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഡോഡോയുടെ പൂർവികരായിരുന്ന പക്ഷികൾ മൗറീഷ്യസിലെത്തുന്നത്. വെറും 30 സെന്റിമീറ്റർ മാത്രം ഉയരമുണ്ടായിരുന്ന ചെറിയ പക്ഷികളായിരുന്നു അവ. മൗറീഷ്യസിലേക്ക് വന്ന പക്ഷികൾ കണ്ടത് ഒരു സ്വർഗതുല്യമായ ലോകമായിരുന്നു. നല്ല കാലാവസ്ഥയും കൂടാതെ വിഭവസമ്പുഷ്ടമായ ഫലങ്ങളും കൊണ്ട് സമൃദ്ധമായിരുന്നു അവിടം. മാത്രമല്ല അവർക്ക് ശത്രുക്കളായി അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷികൾ പുറത്തു പോകാതെ അവിടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവ ദ്വീപിലെ അവസ്ഥകളുമായി പൊരുത്തപ്പെടുകയും പരിണമിക്കുകയും ചെയ്തു. മൗറീഷ്യസ് ദ്വീപിലെ ഏറ്റവും വലിയ പക്ഷിവർഗമായിരുന്നു ഡോഡോ. അന്ന് വെറും 30 സെന്റിമീറ്റർ മാത്രം ഉയരമുണ്ടായിരുന്ന ഈ പക്ഷികൾ കാലക്രമേണ 1 മീറ്റർ വരെ ഉയരം വെച്ചു. കാരണം ഈ ദ്വീപിലെ ഭക്ഷ്യലഭ്യത തന്നെയായിരുന്നു. മാത്രമല്ല ശത്രുക്കൾ ഇല്ലാതിരുന്നതിനാൽ ഇവർക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ശത്രുക്കൾ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും ഇവർക്കറിയുമായിരുന്നില്ല. പരിണാമം ദ്വീപിൽ അതിജീവിക്കാനുള്ള കഴിവുകൾ ഡോഡോകൾക്ക് നൽകിയപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല കഴിവുകളും നഷ്ടപ്പെട്ടു. ധാരാളം ആഹാര ലഭ്യത ഉണ്ടായിരുന്നതിനാൽ ഇവർക്ക് ദ്വീപിൽ വേട്ടയാടേണ്ടതായി വന്നിട്ടില്ല. മാത്രമല്ല ശത്രുക്കളില്ലാതിരുന്നതിനാൽ ഓടി ഒളിക്കേണ്ടതായോ പ്രതിരോധിക്കേണ്ടതായോ വന്നിട്ടില്ല. ഇങ്ങനെ വേട്ടയാടാതെയും ശത്രുക്കളില്ലാതെയും ജീവിച്ചിരുന്ന ഡോഡോ പക്ഷികളുടെ തലച്ചോർ വികാസം കാലക്രമേണ കുറഞ്ഞു വന്നു. അവയ്ക്ക് ഭയം എന്ന വികാരം തന്നെ ഇല്ലാണ്ടായി. കാരണം അവയ്ക്ക് ദ്വീപിൽ ഭയപ്പെടേണ്ടതായ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. വംശനാശത്തിന് കാരണക്കാരായവർ നമ്മൾ മനുഷ്യർ തന്നെയായിരുന്നു. 1505-ൽ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഇവയ്ക്ക് വംശനാശം തുടങ്ങിയത്. അന്ന് ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കപ്പലുകളുടെ ഇടത്താവളമായി ഈ ദ്വീപ് മാറി. അന്ന് പോർച്ചുഗീസുകാർ ഡോഡോ പക്ഷികളെ വേട്ടയാടി. അന്നുവരെ ശത്രുക്കളില്ലാതെ വിഹരിച്ചു നടന്നിരുന്ന ഡോഡോ പക്ഷികൾ ശത്രുക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യർക്കിരയായി. ഡോഡോ പക്ഷികളെ പോർച്ചുഗീസുകാർ വിശേഷിപ്പിച്ചിരുന്നത് മണ്ടൻ പക്ഷികൾ എന്നാണ്. കാരണം ഇവയെ പിടിക്കാൻ വരുമ്പോൾ അവ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല. നിരുപദ്രവകാരികളായിരുന്ന ഡോഡോ പക്ഷികളെ പോർച്ചുഗീസുകാർ കൊന്നൊടുക്കി. ദ്വീപിലെ ഡോഡോ പക്ഷികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. പിന്നീട് ഡച്ചുകാർ ദ്വീപിലെത്തുകയും ദ്വീപിനെ ഒരു ശിക്ഷാ ജയിലായി ഉപയോഗിക്കുകയും ചെയ്തു. കുറ്റവാളികൾക്കൊപ്പം പന്നികളെയും കുരങ്ങുകളെയുമെല്ലാം ദ്വീപിലേക്ക് ഇവർ കൊണ്ടുവന്നു. മൗറീഷ്യസിലേക്ക് വന്ന പല കപ്പലുകളിലും ക്ഷണിക്കപ്പെടാതെ വന്ന എലികളും ഉണ്ടായിരുന്നു. അവയിൽ ചിലത് കപ്പലുകളിൽ നിന്നും ദ്വീപിലേക്ക് രക്ഷപ്പെട്ടു. ഇതോടെ മൗറീഷ്യസിൽ സൂര്യവിഹാരം നടത്തിയിരുന്ന ഡോഡോ പക്ഷികൾക്ക് ശത്രുക്കൾ വർദ്ധിച്ചു. ദ്വീപിൽ കയറിയ എലികളും പന്നികളും കുരങ്ങുകളുമെല്ലാം നിലത്ത് കൂടുവെച്ച് ജീവിച്ചിരുന്ന ഡോഡോ പക്ഷികളുടെ മുട്ടകൾ ആഹാരമാക്കി. അങ്ങനെ അവർ വംശനാശത്തിൻ്റെ മനുഷ്യൻ കൊണ്ടുവന്ന ഈ മൃഗങ്ങൾ ആഹാരത്തിൻ്റെ ലഭ്യത മൂലം
വളരെ വേഗം പെറ്റുപെരുകയും സർവനാശം വിതയ്ക്കുകയും ചെയ്തു. മനുഷ്യരുടെ ചൂഷണവും ഇടപെടലും മൂലം ഡോഡോ പക്ഷികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. മനുഷ്യൻ മൗറീഷ്യസിൽ കാലുകുത്തി 1 നൂറ്റാണ്ടിനുള്ളിൽ തന്നെ ഡോഡോ പക്ഷികളെ വംശനാശത്തിൻ്റെ വക്കിലെത്തിച്ചു. 1680കളോടെ ഇവയ്ക്ക് പൂർണ്ണമായും വംശനാശം സംഭവിച്ചു.